അപ്പൊ ഞങ്ങള് ഇവിടുന്ന് പോവാണ്, താഴോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ താഴെയുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചതാ. അപ്പൊ ഇവിടുത്തെ കേരള സർക്കാരിന്റെ അനീതി തന്നെ ഞാൻ പറയാണ്. ഇപ്പൊ ജനങ്ങൾ പോകുന്നത് ഈ വഴിക്ക് കൂടെയാണ്, ഈ വഴിക്കൂടെ പോണ അവസ്ഥ. അപ്പൊ സുഹൃത്തുക്കളെ, മറ്റേ ഈ പാറൊക്കെ കണ്ടില്ലേ, ഇതാണ് ഈ കരിമരുന്നൊക്കെ വെച്ചിട്ട് പൊട്ടിച്ച ഒരു സംഭവമാണ്. ഈ കുഴികളൊക്കെ ഒരുപാട് കുഴികളും ഇതൊക്കെ ഉണ്ട്. ഗവൺമെന്റ് പണമില്ല എന്ന് പറയണ്ട. ഈ മരങ്ങൾ ഇതിലത്തെ മരം മാത്രം വെട്ടിക്കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഡാം പണിയാൻ സമ്മതം മാത്രം തന്നാൽ മതി. ഓ, ഇങ്ങനാണ് യാത്ര ചെയ്യുന്നത്. ജനങ്ങൾക്ക് പോകാനുള്ള വഴി ഇതാണ് വഴി. മരം വെട്ടാൻ ഓർഡർ തന്നാൽ ഡാം ഞാൻ കെട്ടിക്കൊടുക്കാം. ഡാം കെട്ടിക്കൊടുക്കാന്ന് പറയുന്നത് ഈ മരം കൊടുത്താൽ മതി. അപ്പൊ വെല്ലുവിളിക്കാണ് സർക്കാരിനെ. ഡാം കെട്ടാൻ പൈസ ഇല്ലെങ്കിൽ തോമസ് സാറായിട്ട് ബന്ധപ്പെട്ട തോമസ് സാറ് കെട്ടിക്കൊടുക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കിപ്പൊട്ടിക്കണേ. അപ്പൊ ഞങ്ങളിപ്പോ ഈ കേരള സർക്കാർ ഒരു 50 വർഷം മുമ്പ് ഒരു പ്ലാൻ ചെയ്ത ഒരു ഡാം, 50 വർഷം മുമ്പല്ലേ, ഡാം ഉണ്ടാക്കാൻ ചിറ്റൂർ, പാലക്കാട് അഗളി ചിറ്റൂരിലുള്ള ഭാഗത്താണ് ഡാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏകദേശം 2000 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടുത്തെ ഒരു 19 വയസ്സിൽ വന്ന തോമസ് ഏട്ടനാണ്. 75 വയസ്സായി, ഏകദേശം 60 വർഷം ആയി ഇവിടെ. 56 കൊല്ലായി ഇവിടെ. ഈ അക്വസിഷൻ നടക്കുന്ന മുമ്പേ 52ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പൊ 56 വർഷമായി ഇവിടെ ഈ അട്ടപ്പാടിയിൽ സ്ഥിരതാമസാക്കിയത്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, ഇവിടെ ഒരുപാട് ആദിവാസികളും പല ആൾക്കാരും ഈ പറഞ്ഞ കംപ്ലൈന്റ് ആണ് ഇതിന്റെ. അപ്പൊ ഗവൺമെന്റ് ഒരു റിക്വസ്റ്റ്, അടുത്ത ഭരണം ആര് UDF ആയാലും LDF ആയാലും ആര് ഭരണത്തിൽ, ഇപ്പം അടുത്ത മെയ് മാസം തെരഞ്ഞെടുപ്പാണ്. ജൂൺ ആകുമ്പോഴത്തേന് പുതിയ ഗവൺമെന്റ് വരും. 2026 ജൂണിൽ പുതിയ ഗവൺമെന്റ് വരുമ്പോ ഫസ്റ്റ് ഒപ്പുവെക്കേണ്ടത് ഈ ഡാമിന് വേണ്ടി ആക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഗവൺമെന്റ് രക്ഷപ്പെടും. ടൂറിസ്റ്റ് മേഖലയിൽ കൂടി തന്നെ ഇവിടെ ഒരുപാട് ഇതിലത്തെ മരങ്ങൾ ലേലം വിളിച്ചാൽ കൊടുത്താൽ ഈ ഡാം പണിയാനുള്ള പൈസ കിട്ടും. 10 പൈസ സർക്കാരിന് വേറെ മുടക്കണ്ട. അപ്പം ഇതൊരു റിക്വസ്റ്റ് ആണ്. ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുന്നവരെ വരെ. ഈ പുഴ എന്താ ശിരുവാണിപ്പുഴ അല്ലേ? ശിരുവാണിപ്പുഴ. ഇത് എവിടെ വരെ എത്തും? ഇത് ഇങ്ങനെ പോകുന്ന ഈ പുഴ കൂടപ്പെട്ടി ചെന്ന് അവസാനിക്കും. കൂടപ്പെട്ടി അത് തമിഴ്നാടാ? അല്ല, കേരളം തന്നെ. കൂടപ്പെട്ടി, ചാവടിയിൽ പുഴയും ഈ പുഴയും കൂടി ചെന്ന് ഒരുമിച്ച് ചേരുന്നതാണ് കൂടപ്പെട്ടി. ഈ സാധനം കെട്ടിയത് വെള്ളം തിരിക്കാൻ വേണ്ടി. വെള്ളം തിരിക്കാൻ, എന്നിട്ട് ഇത് പൊട്ടി ഒഴിവാക്കിച്ചാ? അല്ല, ഇത് വെള്ളം വന്ന് ഇടിച്ച് പൊളിഞ്ഞതാ. അപ്പൊ ഇത്രയും ലോക്കൽ വർക്കാണ്. ഇത് വെള്ളം ഇവിടെ ഒരു സെക്ഷൻ പണി നടക്കുമ്പോൾ അതിലെ വെള്ളം വിടും, ഒരു സെക്ഷൻ പണി വരുമ്പോൾ ഇതിലെ വെള്ളം വിടും, ഒരു സെക്ഷൻ പണി വരുമ്പോൾ അതിലെ വെള്ളം വിടും. അങ്ങനെയാണ്. അതെ. അപ്പൊ ഇതിപ്പോ സാധാരണ ഐറ്റിയില് വെള്ളം കയറല്ലോ. ഇതിനൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം വരില്ലേ? വെള്ളം വരുന്ന സ്ഥലമാണ്. പിന്നെ വെള്ളം ഭയങ്കര വെള്ളം ആ പൊക്കത്തിൽ വരും. വെള്ളം ഏത് പൊക്കത്തിലേറെ? എല്ലാ പൊക്കത്തിൽ വരും. അതുവരെ പൊക്കത്തിൽ ഇവിടെ വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം വരും. എപ്പോ? മഴക്കാലത്ത്. അപ്പൊ ഇവിടെ ഈ സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ മൂടിപ്പോവും. ഇതെല്ലാം മൂടിപ്പോവും. അപ്പൊ ഇത് ഏത് സമയത്താ വെള്ളം ഉണ്ടാവാ? ഈ കർക്കിടക മാസത്തിലാണല്ലോ മഴ കൂടുതൽ. മഴയുള്ള സമയത്ത് ഇവിടെ വെള്ളം എന്ന് പറയും. അതെ. അത്ര ഐറ്റിൽ വെള്ളം വരും. അതെ, അതുവരെ വെള്ളം വരും. അപ്പൊ ഈ മരങ്ങളൊക്കെ ഇതൊക്കെ വെള്ളത്തിനടി പോവും. അപ്പൊ മരം കേടൊന്നാവൂല? മരം ഈട്ടി കൂടുള്ളൂ. വെള്ളത്തിലിട്ടൊക്കെ മരത്തിനല്ല വാല്യൂ. അല്ല, ഇതൊക്കെ ഇവിടുന്ന് എടുത്തുപോയി. ഇതൊക്കെ ഡാം ഉണ്ടാവുന്നതിന് മുൻപ് ആദ്യം അക്വസിഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ തൈ മരങ്ങളായിരുന്നു. അതിപ്പിനെ വളർന്നാണ് ഈ മരം മൊത്തം. അത് ശരി. ഈ 50 കൊല്ലത്തെ വളർച്ചയാണ്. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റിന് ഫുള്ള് ലാഭമാണ്. ഇപ്പം ഈ മരം വെട്ടിക്കൊടുത്താൽ ഇവിടെ തൊട്ട് പുതിയ വരെയുള്ള അക്വസിഷൻ ചെയ്യുന്ന സ്ഥലത്ത് മരം വെട്ടിക്കൊടുത്താൽ ഡാം പണിയാം. അപ്പൊ എന്തായാലും ഒരു സൈഡ് കെട്ടിപ്പോക്കുമ്പോൾ ഒരു സൈഡിലേക്ക് വെള്ളം തിരിക്കുന്ന കെട്ടാണ് കാണുന്നത്. വെള്ളം ഡൈവേർഷൻ ചെയ്യാനുള്ള കെട്ട്. ഇത് അതിക്രമിച്ച് കയറുന്ന പ്രശ്നം വരുമോ? ഇതിപ്പോ അതിക്രമിച്ച് ഭൂമിയിൽ കയറി എന്നുള്ള അവിടെ നോട്ടീസ് ബോർഡ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ അല്ലേ?
ഇതിൽ ജനങ്ങൾ പോകുന്നല്ലേ? പോകുന്ന വഴി തന്നെ. അപ്പൊ ജനങ്ങളിപ്പോ ചുരുക്കി പറഞ്ഞാല് കഷ്ടപ്പെട്ടിട്ട കാര്യം പാറമേക്കോടെയാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ ഗവൺമെന്റ് എടുത്തു വെച്ചിട്ട് വെറുതെ കെടുത്ത. ശരിക്കും ഗവൺമെന്റില് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ കുറെ ഭൂമികൾ വെറുതെ കെടുക്കാണ്. ഇതിപ്പോ ഞാനിപ്പോ അത്രയും മോളിന്ന് താഴോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനി കുറെ പോവാനുണ്ട്, പക്ഷെ കുറച്ച് ഡേഞ്ചർ ആയതിനെ കൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങുന്നില്ല. കാരണം എന്താണിപ്പോ ഏകദേശം ഡാം ഉണ്ടാക്കുന്ന ആ സിരുവാണി പുഴയാണ് റിവർ. ഇതിന് വേറെ വഴിയുണ്ടോ അങ്ങോട്ട്? ഇല്ല, ഇതിന് വേറെ അങ്ങനെ അവിടെ പറമ്പിലേക്ക് പോകുന്ന വഴിയാ. ഇപ്പൊ ഇതിന്റെ സെന്ററിൽ കൂടെ ഇപ്പൊ പോണേ വഴിയില്ല. വഴിയായിട്ട് റോഡായിട്ടില്ല. ജനങ്ങളിപ്പോ കൃഷിഭൂമിയിലേക്ക് പോകുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്നു പോണ്. അപ്പൊ ഇതിലെ ഇറങ്ങിയിട്ടാ പോകുന്നത്? അല്ല, അതിലെ വഴിയുണ്ട്. അതെ, അതാ ആ വഴിയുണ്ടല്ലേ. അപ്പൊ ഞാനൊരു കാര്യം, അതിലെ വന്നാലോ? ഇതിലെ പോകാൻ പറ്റുമോ? ഇതിലെ ഇറങ്ങാ വെള്ളത്തിലെങ്ങനെ അറിയില്ലല്ലോ. ആ വീഡിയോ ഒന്ന് എടുക്കാൻ, ആ വീഡിയോ ഒക്കെ എടുക്കാൻ, ആ വീഡിയോ പിടിക്കുന്നെങ്കിൽ അതിലെ വന്നിട്ട് വീഡിയോ പിടിക്കാം. വരാൻ പറ്റൂല? ഓക്കെ. അപ്പൊ ഞാൻ മറ്റേ ഭാഗത്തു കൂടി വരാം. ഞങ്ങളുണ്ട്. ഇവിടൊക്കെയാണ് ഈ മറ്റേ ഡാമിന്റെ പാറ കാണാൻ വേണ്ടിയുള്ള എർത്ത് വർക്ക് നടത്തുന്നത് ഇവിടാണ്. പാറ തെളിച്ചിട്ടാണിത്. ഇങ്ങനെ എല്ലാം തെളിച്ചേക്കുന്നതാണ്. വെള്ളം തിരിച്ചുവിട്ട ചാലാണിത്. അവിടെയാണ് ഡാം. ഇത് കെട്ടിയാണിത്. വെള്ളം തിരിക്കാൻ വേണ്ടി കെട്ടാണ്. കാണിച്ചോ? ഞാൻ ഇതിലൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഇറങ്ങയില്ലേ? സൂക്ഷിച്ച് ഇറങ്ങണം കേട്ടോ, കാല് തെറ്റിയ പോവും. ഈ പാറകളൊക്കെ മണ്ണ് തൊഴിച്ചിട്ട് എടുത്തതല്ലേ? അത് ഇത് എത്രയോ ഹൈറ്റിൽ നിന്ന മണ്ണാന്നറിയോ? മണ്ണ് എടുത്തിട്ടാണ് പാറ. ഈ 1500 ഏക്കർ എന്ന് പറയും എവിടെയൊക്കെ വരും? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 400 ഏക്കർ വരും. അപ്പുറത്തേക്ക് അങ്ങോട്ട് താഴെ. ഇതിന് ഇപ്പുറത്തേക്കാണ് 1000 മേലെ ഏക്കർ ഉണ്ട്. 1500 ഏക്കർ ഉണ്ട്. 1500 ഏക്കർ ഈ പാറയ്ക്ക് മുകളിലേക്ക്. അപ്പൊ ഡാം പണിയുന്ന ഒരു ഇതിലേക്കാണ് ഞാനിപ്പോ പോകുന്നത്. ഒന്ന് വീഡിയോ എടുക്കുമ്പോ മൊത്തം എടുക്കണ്ടേ? ഇത്രയും താഴ്ചയില് ഞാനിപ്പോ ഇങ്ങനെ ഇറങ്ങി വന്നതായി. ശരി, ഇത് റബ്ബറാണ് നിൽക്കുന്നത്. ഈ സ്ഥലക്ക് ഡാമിന് ഉള്ള സ്ഥലമാണ്. അതെ, ഈ റബ്ബറൊക്കെ ഇത് കംപ്ലീറ്റ് റബ്ബറാണ്. അക്കോസ് ചെയ്ത സ്ഥലങ്ങളാണ് ഈ റബ്ബറൊക്കെ. അതിലുള്ള മരങ്ങളാണ്. ഇതിലത്തെ മരം വെട്ടി വിറ്റാൽ മതി ഗവൺമെന്റ് ഡാം കെട്ടാൻ എന്ന് പറയാം. ഇതിൽ അക്കോസ് ചെയ്തതില് മരം വെട്ടി വിറ്റാൽ ഓരോ തേക്കിന്റെ വണ്ണം നോക്ക്. തേക്കാണ്. അപ്പൊ ഈ തേക്കിന്റെ മരം വിറ്റാ തന്നെ അല്ല, അക്കോസ് ചെയ്ത മരം മാത്രം വെട്ടി വിറ്റാൽ ഡാം കെട്ടാം. അത്രയും തേക്കിന്റെ മരം ഉണ്ട്. തേക്ക്, ഈട്ടി, പല ജാതി മരങ്ങൾ. ഇത് കട്ടുകൊണ്ടുവന്ന സിസ്റ്റം ഉണ്ട് ഇവിടെ? ഇല്ലില്ല, അങ്ങനെ ഇതൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. സെക്യൂരിറ്റി ഇതൊന്നും ഇല്ലല്ലോ. ഇതിലെ ഈ ആ നിൽക്കുന്ന മരങ്ങളൊക്കെ ഇതിൽ പെടുന്നതാണ്. തേക്കാണ്. അതെ, കണ്ടുമാനം തേക്കിപ്പുണ്ട്. ഞങ്ങൾ വന്ന വഴിയല്ലേ? അല്ലല്ല, ഇത് എങ്ങോട്ടാ റൂട്ട്? ഇതാണിപ്പോ ഞങ്ങളുടെ പറമ്പിലേക്ക്, ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന പറമ്പിലേക്ക് പോണ വഴി. ഇതൊക്കെ നിങ്ങളെ പറമ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊന്നും എക്വയർ ചെയ്തില്ല. അന്ന് കേസായിരുന്നു.
അന്നേ ഇത് പറമ്പിലൊക്കെയുള്ള വഴിയേ ഉള്ളൂ, അല്ലാതെ വേറെ വഴി ഇവിടത്തൊന്നും നിർത്തൂല. കോഴിക്കോടത്തേക്ക് കഷ്ടിച്ച് പോകും. ജനങ്ങൾ വെട്ടിയ റോഡാണ്, പോവാൻ വഴിയിലാഞ്ഞിട്ട് ജനങ്ങൾ വെട്ടിയ വഴിയല്ലേ. ഇതുകൊണ്ട് ഈ 3 കിലോമീറ്റർ കൊണ്ട് പെട്ടെന്ന് എത്തും പറഞ്ഞ് കോഴിക്കോട്ടേര് കോഴിക്കോടം ഇത് ജനങ്ങൾ വെട്ടിയ റോഡാണ്. എന്റെ പറമ്പിക്കോടൊക്കെ ഞാൻ റോഡ് കൊടുത്തേക്കാണ്. ഓ, അങ്ങനെ ഉണ്ടാക്കിയാലേ. അതെ, മറ്റേ സാധാരണ വൈക്കോട് പോകണമെങ്കിൽ 20 കിലോമീറ്റർ ഉണ്ട് പോവാൻ വേണം. കോഴിക്കോട്ട് ഇതിപ്പോ 3 കിലോമീറ്റർ പോകും. ഞാൻ പറയുന്ന കോഴിക്കോടല്ല, കോഴിക്കോട്ടം എന്ന് പറഞ്ഞ കോഴിക്കോട്ടല്ല, കോഴിക്കുടം. കോഴിക്കുടം എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ ആ നേരത്തെ പോയിരുന്നു. അവിടെ ഒരു വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. അവിടെ വെള്ളച്ചാട്ടം അത് ഞാൻ പോയി കണ്ടു, വീഡിയോ എടുത്തിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ആ നല്ല അടിപൊളി വെള്ളച്ചാട്ടാണ്. അപ്പൊ ഇത്രയും സ്ഥലം ആ വഴിയും കൂടിയാണ്. അപ്പൊ അതല്ല, കോടിക്കണക്കിന് മരമുണ്ട്. ഇതിന് മരം വെട്ടിവിറ്റാൽ ഡാം പണിയാം. ഇതിന് മരം വെട്ടിവിറ്റാൽ ഡാം പണിയാം, ഡാമ് പണിയാം. അപ്പൊ അത് മാത്രമല്ല, ഈ തേക്കുള്ള വണ്ണം നോക്ക്. അതൊക്കെ തേക്കാണ്. അതെ, ഓ, ഇതിനേക്കാളും വലിയ വലിയ തേക്കുണ്ട്, വലിയ വലിയ ഈറ്റയുണ്ട്. അത് നമ്മളുടെ സ്ഥലമാണ് ആ കാണുന്നത്. അടയ്ക്കാത്തോട്ടം. ഈ ഭാഗത്ത് ഒരു ഡാം കെട്ടിയാൽ ഇവിടെ നിന്ന് അങ്ങനെ കോട്ടപ്പാറ ഈ ഭാഗങ്ങളിൽ അപ്പൊ ഇതിൽ കൂടെയാണ് ഇപ്പൊ യാത്ര ചെയ്യുന്ന ആൾക്കാർ. ജനങ്ങളെ ശരിക്കും ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തെ സർക്കാരുകൾ. ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. ജനങ്ങൾക്ക് പോകാനുള്ള വഴി ഇതാണ് വഴി. ആ വഴി ഡാം വന്ന വഴിയായി, വെള്ളമായി, എല്ലാമായി. അതെ, പക്ഷെ ദ്രോഹിക്കാണ് ഇവിടുത്തെ സർക്കാർ. ഓ, സുഹൃത്തുക്കളിപ്പോ കണ്ടില്ല വഴി. ഇതൊക്കെ വന്ന വഴിയാണ്. ഞാൻ ഈ വഴി കൂടിയാണ് ജനങ്ങൾക്കും സർവീസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് കോഴിക്കോടത്തിലേക്ക് പോകണമെങ്കിൽ ഈ വഴിയുള്ള 20 കിലോമീറ്റർ ചുറ്റി പോകണം. ഇതിലാണെങ്കിൽ 3 കിലോമീറ്റർ. എത്ര കിലോമീറ്ററിന്റെ പെട്രോളാണ് അടുത്ത സർക്കാർ അനാവശ്യമായിട്ട് പൊടിക്കുന്നതാണ്. ജനങ്ങളെ ബേസാണ് പോകുന്നത്. ഈ നിൽക്കുന്ന തേക്കൊക്കെ ഡാമിന് വേണ്ടി അക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഡാമിന്റെ സ്ഥലങ്ങളാണ്. ഈ കാണുന്ന തേക്കെല്ലാം എല്ലാം നോക്ക്. കോടികളുടെ തേക്കുണ്ട്, കോടികളുടെ. ഒരു ഡാം കെട്ടണമെങ്കിൽ ഇതിലെ മരം വെട്ടി വിറ്റാൽ മതി. ഡാമിന്റെ ശരി, ആൾക്കാർ കളിക്കാൻ വേണ്ടി ഓരോ ഈറ്റികൾ നിൽക്കുന്ന നോക്ക്. ആ വലിയ വലിയ ഈറ്റികൾ നോക്ക്. ഈറ്റിമാർ അത് ഇതിന്റെ ക്രഷർ, ഇവിടെ ക്രഷർ ഉണ്ട്. ക്രഷർ അതെ, ക്രഷറാ. അപ്പുറം ഇന്ന് എടുത്താൽ കാണാം, സുഖമായിട്ട് കാണാം. ആ തേക്കിന്റെ വണ്ണം എടുക്ക്. ക്രഷർ ഇത് എന്തിനുണ്ടാക്കിയ ക്രഷർ? മിറ്റില് അരയ്ക്കാൻ, മിറ്റില് പൊടിക്കാൻ. ഏത് ഇവിടുത്തെ ഡാമിന്റെ ആവശ്യത്തിന് വേണ്ടി. ഈ തേക്കിന്റെ വണ്ണം ഒക്കെ എടുക്ക്. ഇത് കണ്ടില്ല, തേക്കിന്റെ വലുപ്പം കണ്ടില്ല. ഇതൊക്കെ വെറുതെ കെടുക്കാൻ. ആയിരക്കണക്ക് തേക്കുണ്ടെന്ന് പറ. ആയിരക്കണക്കിന് തേക്കുകൾ, ലക്ഷക്കണക്ക് തേക്കുണ്ടെന്ന് പറ. 10,000-കണക്കിന് തേക്കുണ്ട്. ആയിരങ്ങളല്ല, 10,000-കണക്കിന് തേക്കും വീട്ടുകളും ഉള്ള ഒരു, എന്താ പറയാ, ഗവൺമെന്റ് അനാസ്ഥായിട്ട് വെച്ചൊരു സ്ഥലമാണ്. ഈ മരം വെട്ടി വിറ്റാൽ ഡാം പണിയാം. ഈ മരം വെട്ടാൻ ഓർഡർ തന്നാൽ ഡാം ഞാൻ കെട്ടിക്കൊടുക്കാം. ഡാം കെട്ടിക്കൊടുക്കാൻ പറയുന്നത് ഈ മരം കൊടുത്താൽ മതി. അപ്പൊ വെല്ലുവിളിക്കാണ് സർക്കാരിനെ. ഡാം കെട്ടാൻ പൈസ ഇല്ലെങ്കിൽ തോമസ് സാറായിട്ട് ബന്ധപ്പെട്ട തോമസ് സാറ് കെട്ടിക്കൊടുക്കും. ഈ ഒരു ഡാമിന്റെ ഉള്ള മരങ്ങൾ മൊത്തം തോമസ് സാറിന് കൊടുത്താൽ മതി. അപ്പം ഇതാണ് ഇവിടുത്തെ റോഡ്. ഈ റോഡിൽ നിന്നാണ് ഇത്രയും റോഡൊക്കെ കോർപ്പറേഷൻ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ റോഡിന്റെ ഗുണം കിട്ടണമെങ്കിൽ ഇവിടുന്ന് കോഴിക്കോടും എന്ന സ്ഥലത്തേക്ക്, കോഴിക്കോട് മാത്രല്ല ഷോളയൂർക്ക് വേറെ റൂട്ടാ. അല്ല, ഇതിനെ കൂടെ പോകാം. കാരണം പോയില്ലേ, കോഴിക്കോട് ചെന്നിട്ട് പിന്നെ ഷോളയൂർക്ക് പോകണം. അവിടുന്ന് ഷോളയൂർ 8 കിലോമീറ്റർ ചുറ്റി പോകണം. അപ്പൊ അത്രയും എന്തായാലും ഷോളയൂരും മറ്റേ കോഴിക്കോടും ഈ ഭാഗത്തേക്കൊക്കെ പോകുന്ന റൂട്ടാണ്. ഞാൻ ഇപ്പൊ 20 കിലോമീറ്ററോളം ചുറ്റിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇതാണ് ഇത്രയും തേക്ക് മരങ്ങളൊക്കെ കിടക്കുന്ന സാധനം കണ്ടില്ലേ.
കോടിക്കണക്കിനുള്ള ആസ്തിയുള്ളത്. ഇല്ല ഇവിടെ വന്യമൃഗങ്ങളുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ആന വരും. ആന, പിന്നെ പുലി ഇടയ്ക്കിടയ്ക്ക് വരും. പുലിയൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇവിടുന്ന് ഇറങ്ങുന്നത്? ഇത് വനമായി മാറിയപ്പോ വന്നതാണ്. ശരിക്കും വനഭൂമി ആയത്? വനഭൂമി പോലെയാക്കി. വനഭൂമി ആവുമ്പോ ഇത് കുറേ എടുക്കാൻ പറ്റുമോ? അങ്ങനെ വനമല്ലോ, പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഗവൺമെന്റ് 50 വർഷമായിട്ട് എടുത്തിട്ട് ലാസ്റ്റ് ഇപ്പൊ വനഭൂമി ആവാണ്. ഓ, അപ്പം ഈ കാണുന്ന സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ പബ്ലിക് ഇവരെല്ലാവരും ഒന്ന് ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ.